ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാൻ അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ബ്ലൈൻഡ് ടെസ്റ്റ് വിത്ത് ചോക്ലേറ്റ് ചലഞ്ച്. യെസ്. സോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ തിന്നാൻ പറ്റൂല, പക്ഷെ അതിനപ്പുറം നല്ലൊരു ശിക്ഷയും കിട്ടുന്നുണ്ട്, പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഏതൊരു ചലഞ്ച് നമ്മൾ ചെയ്യും, എന്താ ടേസ്റ്റിംഗ് ചലഞ്ച് ആക്കായിരുന്നു. ടേസ്റ്റിംഗ് ചലഞ്ച് അല്ലേ? വേണോ? അതെന്തോ ഓക്കെ. അപ്പൊ നമ്മള് ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് അമ്മു ഫുഡ് കഴിക്കുന്നതാണ് അവൾക്ക് മെയിൻ ആയിട്ടുള്ള ഇഷ്ടം. ചോക്ലേറ്റ് ടെസ്റ്റ് ചെയ്യാണ്. ചോക്ലേറ്റ് കഴിച്ചിട്ട് അത് ഏത് ചോക്ലേറ്റ് ആന്ന് പറയണം. എനിക്ക് ഒരു ചോക്ലേറ്റിന്റെ പേര്. പക്ഷേ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര തെറ്റായിട്ട് പറയുന്നോ അപ്പൊ എന്താണ് കിട്ടുന്നത്? യെസ്, എന്നത്തെയും പോലെ ഇയർപ്പുള്ളി. എങ്ങനെയുണ്ട്? ഞാൻ തരാം. നീ ഇവിടെ ഓവറാക്കി ചാളവാക്കുന്നു. ഇതാ ഞാൻ ഇവളെ ഈ പരിപാടി. നീ മാറി പോയി അവിടുന്ന് മാറി അവിടെ. അതായത് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് നുള്ളുകയാണെങ്കിൽ ഇവള് കുറച്ച് ഹാർഡ് ആയിട്ട് നുള്ളുകയും കേട്ടോ. അങ്ങനെ ദ്രോഹിയാണ് ദ്രോഹി. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് മധുരം കഴിക്കുക, നുള്ളു മേടിക്കുക, അതാണ് ശരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലൈൻഡ് ടെസ്റ്റ് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റും. അപ്പൊ അമ്മൂട്ടി, റൂളൊക്കെ ഞാൻ പറഞ്ഞു തരാം. മധുരം കഴിക്കണോ വേണ്ടിയോ, കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. യെസ്, അമ്മൂട്ടി ചോക്ലേറ്റ് കഴിക്കാൻ റെഡി ആയി നിൽക്കുകയാണ്. ഈവനിങ് ടൈം ആയി കേട്ടോ. അപ്പൊ എന്നത്തെയും പോലെ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈം അല്ല ഇന്ന് കുറച്ച് ഈവനിങ് ആയ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. മേ ബി ഇപ്പം ചായ ഒക്കെ കുടിക്കുന്ന സമയത്താണ് നമ്മൾ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ചോക്ലേറ്റ് ഒക്കെ ഓൾറെഡി റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിനക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് ഇഷ്ടമുള്ള ആളാണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഇയർപുള്ളിങ് കാര്യമായിട്ട് അമ്മൂനായിരിക്കും. ഇത്രയും മധുരം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ടീച്ചർ എല്ലാ ചോക്ലേറ്റിന്റെയും പേര് അറിയായിരിക്കും. ഇത്രയും ചോക്ലേറ്റ്സ് ഉണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആധുനിക കാലഘട്ടമല്ല, പണ്ട് ഈ പ്രാചീന കാലഘട്ടം. എനിക്ക് ആകെ പണ്ട് അറിയുന്ന ചോക്ലേറ്റ് ഇത് മാത്രമായിരുന്നു. അതെ, ഇനി ബാക്കിയുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇത് ഏത് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? എനിക്കറിയുന്നെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ചുമ്മാ കഴിക്കുകയല്ല, അത് ബ്ലൈൻഡ് ആക്കിയിട്ടാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. റെഡി? എന്നിട്ടാണ് അത് ഏത് ചോക്ലേറ്റ് ആണെന്ന് പറയുന്നത്. കിട്ടിയില്ലെങ്കിൽ ഇയർപുള്ളി. അപ്പം അമ്മൂട്ടി, എങ്ങനെയാ ചോക്ലേറ്റ് ടെസ്റ്റിംഗ് തുടങ്ങിയാലോ? റെഡി? അപ്പം നമ്മുടെ ഇന്നത്തെ ചോക്ലേറ്റ് ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ആരാ എന്നത്തെയും പോലെ ഹലോ എന്നും ഇവിടെ ചലഞ്ച് തുടങ്ങാന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. ഇന്ന് ഇങ്ങനെ കാണിച്ച എന്താ കുഴപ്പം? എപ്പോഴും എപ്പോഴും ഇവള് പറയും, ഇവളെ ചലഞ്ച് തുടങ്ങാന്ന് പറയുമ്പോഴത്തേന് ഇവള് പറയും ഈ ഒരു സിഗ്നലാ എല്ലാ ദിവസവും. അതെ സർ, ഇവര് നന്നായിട്ട് അറിയാം. അതുപോലെയാണ് അതുപോലെ തന്നെ ഇവള് പറയുന്നത് ഇവര് നന്നായിട്ട് അറിയാതെ. അപ്പൊ എനിക്ക് അത് ഇയർപുള്ളിങ് തരാമെന്നാണ് അല്ലെ. അപ്പം 7 ചോക്ലേറ്റ്സ് ഉണ്ട്. 7 ചോക്ലേറ്റ്സും കൊടുക്കണം. 7 ടൈമിൽ കൊടുക്കാം. അപ്പൊ 7 ടൈമിൽ കൊടുക്കുമ്പോഴത്തേനും അത് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കാം. അതായത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തരാം. അതായത് ഇപ്പം അതായത് ഒറ്റ കടിയെ പറ്റുള്ളൂ. ഒറ്റക്കടിയിൽ അത് ഏതാന്ന് പറയണം. ആ കടിക്ക് ശേഷം ആ ചോക്ലേറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൈ കൊടുക്കുക. എന്നിട്ട് അത് പറയാം അത് ഏതാണ് കറക്റ്റ് ആണെന്ന്. എന്നിട്ട് എത്ര ആണെങ്കിലും വേണമെങ്കിലും കൺഫ്യൂഷൻ ആക്കേണ്ട രീതിയിൽ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോക്ലേറ്റ് ചലഞ്ചിലേക്ക് പോവുകയാണ്. അപ്പൊ തുടങ്ങിയാലോ? യെസ്, തുടങ്ങാം. യെസ്, അങ്ങോട്ട് തുടങ്ങിയാലോ? ഗൈസ്, ഒരു ജസ്റ്റ് ചേഞ്ച് ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് പറഞ്ഞു ഇവൾക്ക് ഈ ഒരു ചലഞ്ച് കൊടുത്തേക്ക്. കാരണം ഇവൾക്ക് ഇതിനകത്ത് വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാ നമ്മുടെ ചലഞ്ച് ഏത് വീഡിയോ തുടങ്ങുമ്പോഴും ഇവൾക്കൊരു ഐഡിയ കിട്ടാറില്ല. അല്ല, ഇതിനകത്ത് ഇത്രയും വ്യക്തമായിട്ട് ഞാനൊരു 14 മിനിറ്റ് ഇതിനെ പറ്റിട്ട് ഞാൻ ഈ പറഞ്ഞു വന്നിട്ട് ചെറിയ കാര്യം ഇങ്ങനെ പറയുന്നോണ്ടാണ് എനിക്ക് ഐഡിയ. അതെന്റെ വലിയൊരു പ്രോബ്ലം ആണ് കേട്ടോ. ഇങ്ങനെ പറയേണ്ട സാധനം ഞാൻ ഇങ്ങനെ
പിടിക്കാവൂ കേട്ടോ. അങ്ങനെ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്, ഈ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മെൻഷൻ ചെയ്തോ. അതുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാവാത്തത്. അപ്പൊ അതുകൊണ്ട് ഈ ഗെയിമിൽ നമുക്ക് ചലഞ്ച് ഫസ്റ്റ് അമ്മൂട്ടിക്ക് തന്നെ കൊടുത്തേക്കാം. അമ്മൂട്ടി റെഡിയാണോ? ഓക്കെ. അപ്പം ചോക്ലേറ്റ് നല്ല രീതിയിൽ കഴിക്കാം. അതിനനുസരിച്ച് മധുരം കഴിക്കുക, ആഘോഷമാക്കുക. അപ്പൊ തുടങ്ങാം. അപ്പൊ നമുക്ക് ഇവിടെ ബ്ലൈൻഡ് ആക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പോ ബ്ലൈൻഡ് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് കണ്ണ് കെട്ടാം. നല്ല ടൈറ്റ് ആക്കിട്ട് കെട്ടാം. റെക്കോർഡല്ലേ? ഓ, ഇവർക്ക് ഡൗട്ട് അതാണ് കേട്ടോ, റെക്കോർഡ് ആണോ ഇല്ലയോ. സോറി. ഓക്കെ, ഹലോ എന്ന് പറഞ്ഞു. ഹലോ. ഇതെത്രയാ? പിന്നെ ഉട്ടായ്പ പരിപാടിയും കൊണ്ട് വന്നു കേട്ടോ. 1 2 5 4. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനൊരു ചോക്ലേറ്റ് ഇവൾക്ക് കൊടുക്കുകയാണേ. റെഡി? എനിക്ക് ഇഷ്ടപ്പെട്ടത് തരുമോ? റെഡി? ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഇവള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. പൊട്ടിച്ചോ. അടയാളം വെക്കരുത്. ഇത് പിടിച്ചോ. നീ തന്നെ ഇത് പിടിച്ചോ. നീ അത് പിടിച്ചോ. ഞാൻ തരാം. റെഡി? ഒറ്റ കടിയേ ഉള്ളൂ. യെസ്, കടിച്ചോളൂ. സത്യമായിട്ട് ഇവൾക്ക് അത് മനസ്സിലായി കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് പിടിച്ചോ. ഇത് പിടിച്ചോ. ബൗള് പിടിച്ചോ. അടുത്തത് ഞാൻ തരുവാണ്. റെഡി? ഇതാണ് കേട്ടോ. ഒരു ചെറിയ കടിയേ ഉള്ളൂ, എനിക്കിവിടെ കടിക്കാൻ വേണ്ടിട്ടുള്ളതാ. ഞാൻ പറയാം. അല്ല, ചെറിയ കടി. പറഞ്ഞോ. എന്ത് പറഞ്ഞോ? സ്നിക്കേഴ്സ്. ഇവക്ക് ഇതല്ല അറിയാതെ നീ കള്ളത്തിന് പറഞ്ഞാണല്ലേ? അല്ല, സ്നിക്കേഴ്സും പിക്കാച്ചും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കൊടുക്കാവേ. തൊട്ട് നോക്കാവോ? ഓക്കെ, ഒറ്റക്കടി. വാ, കടിച്ചോ. ഓക്കെ. എന്താ? ഗാലക്സി ഫ്രൂട്ട്സ്. അതൊക്കെ നിനക്കറിയാം? ഫ്രൂട്ട്സ് എന്താ എന്റെ പേര്? അങ്ങനെ എന്തോ ഇല്ലേ? ശരിയാണല്ലോ, ഇപ്പോഴത്തെ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് അല്ല, ഇനി അടുത്തത് നമ്മള് പതിയെ തുറക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത് നീ കുറച്ച് കഷായിക്കുമോ? ഓക്കെ, റെഡി? ഇത് മഞ്ച്. അതെ. മഞ്ചല്ല, പക്ഷെ അതിന് നിനക്ക് ഇയർ പുള്ളിങ് ബാക്കിയുണ്ട്. ഓക്കെ, മഞ്ചല്ലേ? അല്ല. ഓക്കെ, അടുത്തത് കൊടുക്കാം. അടുത്തത് കൊടുക്കാണേ. റെഡി? ഓക്കെ, അപ്പൊ ഒരു ഇയർ പുള്ളിങ് എന്തായാലും എന്റെ മൂക്ക് ഉണ്ടാവും. അത് പറയത്തില്ല. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുവാണേ. എന്ത്? നീ എന്താ പറഞ്ഞ? ഓക്കെ, കൊടുക്കുവാണേ. ഓക്കെ, റെഡി? എനിക്ക് കിട്ടാത്ത കൊറേ സാധനം ഉണ്ടല്ലോ. എനിക്കിത് കാണുമ്പോ ഇവള് കഴിക്കുന്നതാണ് എനിക്ക് മതി വരുന്നത്. തേങ്ങാമട്ടായി. ഓക്കെ, എന്റെ പേരെന്നപ്പാ? എന്താ അതിന്റെ പേര്? ടിഞ്ചൻ പറയാ 2-3. ബൗണ്ടി. ബൗണ്ടി എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോവാം. പേരറിയാത്തോണ്ടാണ് ഇവിടെ മാക്സിമം നമ്മൾ കൺഫ്യൂഷൻ ആക്കുക, അതാണ് കേട്ടോ. ഞാൻ ഇതാണ് കേട്ടോ, ഇതാണ് സാധനം. പറ. മറ്റേ സാധനം ഏത്? ഫിലോസഫിയോ? എന്താ അതിന്റെ പേരെന്താ? കൊറേ ഉണ്ട്. അതന്നെ. ഓക്കെ, അപ്പൊ അടുത്തത് കൊടുക്കാണേ. റെഡി?
അടുത്ത് തരാം. ഇവിടെ മാക്സിമം നമ്മൾ കൺഫ്യൂഷൻ ചെയ്യും. കൊറേ തന്നല്ലോ ഇപ്പൊ. നല്ലോണം കഴിക്കേ പറഞ്ഞോ. ഇത് അപ്പർ ലിപി. അപ്പൊ എത്ര എണ്ണം അറിയോ? മൂന്ന് ഇയർ പുള്ളിങ്ങിനൊക്കെ അമ്മക്കുട്ടി റെഡി ആയി നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ കൺഫ്യൂഷൻ ആയ സാധനം ഇതാ കണ്ടോ. പറഞ്ഞോ അതെന്താണെന്നറിയോ? പറഞ്ഞോ എന്താണ്? ഇതെന്ത് മുട്ടായി? എനിക്ക് ചോക്ലേറ്റ് കടോ. ഇപ്പൊ അമ്മ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണ്? പറഞ്ഞോ പറഞ്ഞോ. പറയാതെ പോകരുത്. ഇത് മഞ്ച്. ഓക്കെ, അതിനും ഒരെണ്ണം ഒരു ഇയർ പുഡിങ് റെഡി ആയി നിൽക്കുകയാണ്. അപ്പൊ അടുത്തത് കൊടുക്കുകയാണ് കേട്ടോ. റെഡി? തൊട്ടു നോക്കാൻ പാടില്ല. പിന്നെ തൊട്ടു നോക്കി കഴിഞ്ഞാൽ എന്തുവാ? വേണ്ട, അങ്ങനെ കളിക്കണമെങ്കിൽ എന്ത്? റെഡി? പിടിച്ചോ, കടിച്ചോ. ഇതാ പിടിക്കണ്ട. ഇതിന്റെ കള്ളത്തരം എന്റെ അടുത്ത് വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താ? മിൽക്കി ബാർ. മിൽക്കി ബാർ ചുമ്മാ കറക്കി കുത്താണ്. മിൽക്കി ബാർ അല്ലേ? ആ ഓക്കെ. അപ്പൊ അടുത്തത് വരുന്നുണ്ട്. ഇതെല്ലാം നീ കഴിച്ചതുമാണ്, നീ അതിന് ആൻസർ പറഞ്ഞതുമാണ് കേട്ടോ. അടുത്തത് ഞാൻ നിനക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോ പിന്നെ നോക്കണ്ട മോളെ, ഇത് ഒന്ന് അരിഞ്ഞു കിട്ടാൻ കുറച്ചധികം താമസം എടുക്കും. അത് കറക്റ്റായി കിട്ടാൻ വേണ്ടിട്ട് ഇത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരത്തേ ഉള്ളൂ. ചോക്ലേറ്റ് ആണ്. അപ്പൊ ഇത്ര നേരം തന്നതാ? അയ്യോ, ഇത് കടിക്കാൻ പറ്റുന്നില്ല. എന്താണത്? അങ്ങനെ തരില്ല. പറ. ഇത് നീ അറിയാതെ ഒരു ചോക്ലേറ്റ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറ. കോപ്പിക്കോ. എനിക്ക് അത് തന്നെയായിരുന്നു വേണ്ടത്. ഓക്കെ, ലാസ്റ്റ് വൺ. ഇവിടെ ഒന്നുകൂടെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോയാണ്. അപ്പൊ 4 ഇയർ പുള്ളിങ്ങിന് വേണ്ടിട്ട് അമ്മ റെഡി ആയിട്ടുണ്ട്. അടുത്തത് അത് ആപ്പിൾ ലീബിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ലാസ്റ്റ് ഓക്കെ. യെസ്, അങ്ങനെ ചോക്ലേറ്റ് ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചോക്ലേറ്റ് ടെസ്റ്റിംഗ് ചാലഞ്ച് വിത്ത് നീ പറഞ്ഞത് ഏകദേശം കറക്റ്റ് ശരിയായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മഞ്ചൊക്കെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് കറക്റ്റ് പറഞ്ഞു. പക്ഷെ ഏകദേശം 4 ഇയർ പുള്ളിങ് നിനക്ക് നമ്മൾ റെഡിയാക്കി. നീ ആപ്പിൾ ലീബി പറഞ്ഞത് തെറ്റി, കോപ്പിക്കോ പറഞ്ഞു. പിന്നെ കോപ്പിക്കോ അല്ല, ഞാൻ പറഞ്ഞത് നിന്നെ കൺഫ്യൂഷൻ ആക്കാൻ പറഞ്ഞു. പിന്നെ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കിക്കാറ്റ് കൊടുത്തപ്പോ തന്നെ നീ അതിനെ മഞ്ചെന്ന് പറഞ്ഞു. പിന്നെ ആദ്യം പറഞ്ഞപ്പോ ശരിയായിരുന്നല്ലോ. ആദ്യം പറഞ്ഞപ്പോഴത്തേനും ഓൾ റൗണ്ട് ഒക്കെ ഏകദേശം റെഡി ആയി. 4 തവണ നമുക്ക് വീഡിയോ നോക്കുമ്പോഴത്തേനും അറിയാം ഞാൻ 4 തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 4 തവണ അല്ലെങ്കിലും നോ ഇഷ്യൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്. അമ്മൂട്ടിക്ക് പണിഷ്മെന്റ് കൊടുക്കുകയാണ്. 1 2 3 4. പണിഷ്മെന്റ് ഈസ് കംപ്ലീറ്റഡ് ഗൈസ്. ഓക്കെ, അപ്പോ നമ്മുടെ ബ്ലൈൻഡ് ടെസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം എല്ലാ വീഡിയോയിലും ഷോർട്സ് പോകുന്നത് ടിൻഷന്റെ ഫസ്റ്റ്. അപ്പൊ എല്ലാരും വിചാരം ഇവൻ നല്ലവനായ ഉണ്ണിയാണ്, ഞാൻ ക്രൂരത്തി. കാരണം നമ്മള് ഷോർട്സ് ചെയ്യുമ്പോഴത്തേര് നമ്മൾ സീരീസ് അല്ലാതെ നമ്മൾ ചലഞ്ചും കൂടെ ഇടുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ് നമ്മൾ സീരീസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. അതായത് ഒരു ഈവനിങ് 3 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് നമ്മുടെ ഷോർട്സ് ചലഞ്ച് വീഡിയോ ഇടുന്നത്. അപ്പൊ ഈ ചലഞ്ച് വീഡിയോയിൽ നമ്മളിപ്പോ എനിക്ക് ഇവിടെ പണി തരുന്ന മാത്രമേ നമ്മൾ ചലഞ്ചിലിട്ട് ഇടുന്നുള്ളൂ. അപ്പൊ അത് കണ്ടിട്ട് കുറെ എല്ലാരും കാണുന്നുള്ളൂ. അപ്പൊ അത് കണ്ടിട്ട് എല്ലാരും ഇവിടെ ക്രൂരയായ ഭാര്യയായി ചിത്രീകരിച്ചിരിക്കും.
ഇരിക്കുകയാണ്. അപ്പൊ ഇവൾക്ക് ഞാൻ പണി കൊടുക്കുന്ന ചലഞ്ചും ഞാൻ ഇടുന്നുണ്ട്. അതൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാ ദിവസവും ആയിരിക്കും ആ സമയത്ത് ചലഞ്ച് വീഡിയോ ഇടുന്നത്. രാവിലെ 9 മണിയാകുമ്പോഴത്തേന് സീരീസ് ഇടുന്നുണ്ട്. അപ്പൊ അതും കാണാതെ ഇരിക്കരുത് കേട്ടോ. അപ്പൊ ഇനി ചോക്ലേറ്റ് ബ്ലൈൻഡ് ടെസ്റ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ഈ വീഡിയോയുടെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ലെ. നിങ്ങൾ പറയണം ഇവൻ ഇനി ഇയർ പുള്ളിങ് കൊടുക്കണോ വേണ്ടി. എന്താണെങ്കിലും ഇന്ന് ഞാൻ സേഫ് സോണിൽ ഇന്ന് പോവാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സേഫ് സോണിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ചോക്ലേറ്റ്സ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചോക്ലേറ്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയത്തൊന്നുമില്ല. കൺഫ്യൂഷൻ മഞ്ജു മാത്രം അറിയാം. അപ്പൊ അതുകൊണ്ട് മാത്രം ഇവൾക്ക് നമ്മൾ പണി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ വീഡിയോയുടെ പകുതി എത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു അനലറ്റിക്സിലേക്ക് എത്തി നിൽക്കുന്നത്. എനിവേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മധുരകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.